വരൂ. മുഴുവൻ പൊടിയായിരിക്കും. ഇതൊന്നും തുറക്കാറേ ഇല്ല ഇവിടെ. ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ. ആ, കുട്ടി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. വേണമെങ്കിലും ഒന്ന് മേലും കഴിക്കുള്ളൂ. മാഷേ, എന്ത് വകതിരി വേണ്ട ടീച്ചറെ കാണിച്ചേ? ആ കുട്ടി ഇവിടെ കയറി താമസിപ്പിക്കാൻ നേക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കുട്ടിയും കൂട്ടി ഇവിടെ വന്ന് ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ മാഷേ വയ്യ? പറയണം, മുഖത്ത് നോക്കി പച്ചക്കങ്ങ് പറയണം. അയാൾ ആരും ദിവാൻ ബേൽക്കാരോ? അതൊക്കെ ആ കുട്ടി കേക്കണ്ട. മരങ്ങോടം നമ്പൂരി, അയാളുടെ ഒരു ചോദ്യവും വിസ്താരവും. ആ തിരുമേനി പണ്ട് ഇങ്ങനെയാ, എല്ലാവരും വെറുപ്പിക്കും. ദുഷ്ടനാ. പിന്നെന്തിനാ അയാളുടെ മകളെ ഇവിടെ കയറി താമസിപ്പിക്കാൻ സമ്മതിച്ചേ? നങ്ങേമ്മ ഓർക്കണ്ടേ, ഒരു കൂടപ്പിറപ്പിനെ പോലെ അവരെന്നോട് പെരുമാറിയിരുന്ന്. നല്ല തങ്കപ്പെട്ട ഒരു സ്ത്രീ. എന്തോ എനിക്കിത് വേണ്ടായിരുന്നു തന്നെയാ മനസ്സിൽ. മാഷക്ക് അങ്ങനെ ഒരു അഭിപ്രായമാണെന്ന് വെച്ചാ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞോട്ടെ. സൂത്രത്തിൽ എന്തെങ്കിലും കാരണം പറഞ്ഞങ്ങ് അയക്കാം. ഇനിയിപ്പോ വേണ്ട. ഏതായാലും ടീച്ചർ ഏറ്റുപോയില്ലേ, ആ വാക്കിന് വില ഉണ്ടാവണം. ഇവിടെ താമസിച്ച് പഠിച്ചോട്ടെ. വേറൊന്നും കൊണ്ടല്ല ടീച്ചറെ, നമ്മൾ രണ്ടാളും മാത്രമുള്ള ഒരു ലോകായത്. മൂന്നാമതൊരാള് വന്ന് അതിന്റെ സ്വസ്ഥത നശിക്കാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. ഒന്നും ഉണ്ടാവില്ലെന്നേ. അല്ല, അതെനിക്കറിയാം. എന്താ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി തരൂ, ഞാൻ വാർക്കാം. വേണ്ട, കുട്ടിയെ പുറത്തു പോയിരുന്നുള്ളൂ, ഞാൻ ചെയ്തോ. സാരമില്ല, എനിക്കിഷ്ടം ഇതൊക്കെ ചെയ്യാൻ. സൂക്ഷിക്കണം. കൂട്ടാൻ വറുത്തരച്ച് വെക്കുന്നതോ വെറുതെ വെക്കുന്നതോ ഇഷ്ടം? മായമ്മയ്ക്ക് ഏതാണോ ഇഷ്ടം അത് തന്നെ. എന്നാ വറുത്തരച്ച് വെക്കാം, അതിനാ സ്വാദ്. ഇതൊക്കെ ആരാ കുട്ടിയെ പഠിപ്പിച്ചേ? അമ്മ. 10-12 വയസ്സിനുള്ളിലോ? അമ്മ എല്ലാ അടുക്കളപ്പണി എന്നെ പഠിപ്പിച്ചിരുന്നു. ഇല്ലത്തുള്ളപ്പോ അവിടുത്തെ പണിയെല്ലാം ഞാനാ ചെയ്തിരുന്നേ. മായമ്മ ഇങ്ങോട്ട് പോന്നേ പിന്നെ ഇല്ലത്താരാ? അച്ഛമ്പങ്ങളുണ്ട്, പാവം. അവർക്ക് വയ്യാണ്ടായ അന്തപുരത്തിന്ന് അടുക്കളയിൽ കയറിയേ മതിയാവൂ. ആര്? അച്ഛന്റെ പുതിയ വേളി, അല്ലാണ്ടാരാ? ഓ, ഇല്ലത്തെ പിന്നുള്ള വിശേഷങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കുട്ടി. അത്താഴത്തിന്റെ പാചകം പൊടിപൂരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സദ്യവട്ടം തന്നെ ഉണ്ടല്ലോ. ഒക്കെ മായമ്മയുടെ വെപ്പാണ്. എന്നെ കൊണ്ട് ഒരു വസ്തു ചെയ്യിച്ചില്ലേ കുട്ടി? എരിവും പുളിയൊക്കെ പാകാണോന്ന് നിശ്ചയില്ല. ഒക്കെ പാകാ. ഇരിക്കൂ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ രണ്ടാളുടെയും കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല കുട്ടി. ആദ്യം ഞാൻ കഴിക്കുക, എന്നൊരു ടീച്ചർ, പിന്നെ വേറൊരാള്, ഒക്കെ ഒരുമിച്ചാ. അതാ ഇവിടെ പതിവ്. കുട്ടി വേണ്ട,
എനിക്ക് പിന്നെ മതി. മായമ്മയെ പറഞ്ഞതനുസരിക്കണം. മാഷൊക്കെ പ്രഷറുള്ളതാ. എപ്പോഴാ ദേഷ്യം പൊട്ടുവരികയെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ എന്നെ ഒന്ന് വെച്ചു ഇല്ലേ ടീച്ചറേ? ഇരിക്കൂ കുട്ടി. ടീച്ചറേ വിളമ്പുക. അല്ല, ഇന്ന് പുകയൂത്തൊക്കെ ഉണ്ടല്ലോ. ഹാവൂ, ഭക്ഷണം എത്ര വാരി കഴിച്ചതെന്ന് വല്ല തിട്ടമുണ്ടോ? ദഹനക്കേട് വരാതിരുന്നാ മതി. അതിനല്ലേ ഇവൻ ദഹനത്തിന് ഒന്നാന്തരം. അതെ, അസാധ്യ കൈപുണ്യം ഉണ്ട് കേട്ടോ ആ കുട്ടിക്ക്. അത് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. പിന്നെ നല്ല പെരുമാറ്റവും നല്ല പ്രകൃതവും. ആ, നങ്ങയമ്മയുടെ മകളല്ലേ, അങ്ങനെ ആവാണ്ടിരിക്കൂ. നങ്ങമ്മയുടെ മോളാച്ചാലും ആ മരങ്ങോടൻ നമ്പൂരുടെ ആ വിത്ത് അത് മറക്കണ്ട. പതുക്കെ. ആരാ അത്? ഞാനാ, മായ. കുട്ടി നേരത്തെ എണീറ്റോ? കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കാലത്ത് പതിവാ, 5 മണിക്ക് എഴുന്നേക്കും. ഇതാ കാപ്പി. കുളിക്കാതെയോ? എനിക്കൊന്നും വേണ്ടപ്പാ. അതെ, ടീച്ചറുടെ കുളിദേവാരം കഴിഞ്ഞിട്ട് ഇവിടെ കാപ്പി എന്നൊരു സാധനം കിട്ടാറുള്ളൂ. കുട്ടി ചെയ്ത് ഏതായാലും നന്നായി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു പ്രത്യേക ഉഷാറാ. ടീച്ചർക്ക് അത് മനസ്സിലാവില്ല. നല്ല അസല് കാപ്പി മാഷേ, ടീച്ചർ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ. വർത്തമാനം പറഞ്ഞോണ്ടിരുന്നാലേ മായമ്മയ്ക്ക് ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസാ. തുറക്കട്ടെ. മാഷ് വേണം ഈ കുട്ടിയെ കോളേജിൽ കൊണ്ടുവന്നാക്കാൻ. പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ഞാൻ ഇപ്പോഴേ റെഡി. ചെറുക്കമല്ലോ അമ്മാവോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പൈസകാലത്ത് ഇങ്ങനെ ദിവസവും കൊടുക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് 10-35 കൊല്ലം മേച്ചോണ്ട് കിടന്നവനാ ഞാൻ. മര്യാദക്കിരുന്ന് വല്ലതും പഠിക്കാനുള്ളതിന് പകരം